ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അനന്തപുരിയിലേക്ക്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവരും കൂടി ചെറിയ കശപിശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദേവയാനാണെങ്കിൽ നയന ഇവിടെ ഇല്ലെല്ലാം ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് തന്നെ. മുത്തശ്ശനൊക്കെ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് അവളുടെ മുറിയിലേക്ക് ആക്കുകയാണ് ജാനകിയും ജലജയൊക്കെ കൂടിയിട്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവര് പറയാണ്, എൻ്റെ ദേവേന ചേച്ചി ഹോസ്പിറ്റലായത് മുതലേ എൻ്റെ മോക്ക് ഒരു സമാധാനവും ഇല്ല. എപ്പോഴും അവള് വല്യമ്മയെ കാണാം വല്യമ്മ ഒന്ന് വന്നാൽ മതിയായിരുന്നു പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ വേണു. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയനും ഒക്കെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവര് കടിച്ചു പിടിച്ച് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും അവള് പറയാണ്, അനാമിക പറയാണ്, അതെ അമ്മയെ കാണാഞ്ഞിട്ട് എനിക്കൊരു സ്വൈര്യം ഇല്ലായിരുന്നു. അമ്മ പോയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ആകെപ്പാടെ വിഷമമായിരുന്നു. പ്രാർത്ഥനയുമായി ഞാൻ കഴിയായിരുന്നു. ഇവിടെ തന്നെ പലതവണ നവ്യയും അനിയൊക്കെ ഇറക്കിടാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നേന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ദേവയാനി പറയാണ്, അതൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം മോളെ. ഇനി മോളെ ആരും ഒന്നും പറയില്ല. ഞാൻ തിരികെ വന്നല്ലോ. ഇവിടെ ചിലരൊക്കെ ഞാൻ മരിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ പോയപ്പോൾ സന്തോഷത്തോടെ ഇരുന്നത്. ഞാൻ തിരികെ വരുമെന്ന് അവരൊട്ടും ഓർത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട് നവ്യ എന്നെയും നയനയുമാണ് പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിൽക്കാണ്. ജയൻ പറയുന്നുണ്ട്, ദേവയാനി വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട. ഡോക്ടർ പറഞ്ഞാക്കിയ ഓർമ്മയുണ്ടല്ലോ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, പോസിറ്റീവായി ചിന്തിക്കണം, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. ദേവയാനി പറയാണ്, ഞാൻ എപ്പോഴും പോസിറ്റീവായിരിക്കുകയും ചെയ്യട്ടാ. എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട. അവള് വരുന്നത് വരെ ഞാൻ ഇതുപോലെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുമെന്ന് ദേവയാനെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അമ്മ പേടിക്കണ്ട, നയന വരില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നുണ്ട്. ദേവയാനി പറയാണ്, കണ്ടോ അവനത് ഇഷ്ടപ്പെട്ടില്ല, അവന്റെ ഭാര്യ വരാത്തതിലുള്ള വിഷമം അവന്. ജയൻ പറയുന്നുണ്ട്, അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്റെ ഭാര്യ ഇല്ലാത്തപ്പോ എനിക്കും വല്ലാണ്ട് വിഷമമായിരുന്നു. അത് തന്നെ ആയിരിക്കുമല്ലോ എന്റെ മകനും എന്നും പറഞ്ഞിട്ട് ജയനും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വേണു പറയുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല ചേച്ചി, അവള് ഇവരുടെയൊക്കെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് ഉലച്ചിട്ടുണ്ട്. എല്ലാവരും വശീകരിച്ച് വെച്ചിരിക്കുക, അതാ കാരണമെന്ന് ജാനകിയും വേണുവും കൂടി പറയാണ്. അപ്പോഴേക്കും നവ്യയും അജയനും ഒക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ബാക്കി ജാനകിയും ജലജയും വേണുവും അനാമികയും അവളുടെ അമ്മയും മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അവരെല്ലാരും പറയുന്നുണ്ട്, ഞങ്ങള് ദേവേന ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇവിടെ പല പല സംഭവങ്ങളും ഉണ്ടായി. നവ്യ അധികാരഭാവത്തില് എൻ്റെ മകളെ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എങ്കിലും ദേവയാനി ചേച്ചി വരട്ടെ എന്ന് കരുതി ഞങ്ങളുടെ വെയിറ്റ് ചെയ്യായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, ആ സ്വർണം, അത്രയും സ്വർണം, 100 പവനോളം വരുന്ന സ്വർണം കൊണ്ടേ നയനയ്ക്ക് കൊടുത്തത് എല്ലാവരും കൂടി. ആദർശാണെങ്കിലോ അവർക്ക് വലിയ പുതിയൊരു വീട് വാങ്ങിച്ചു കൊടുത്തു. 1-2 കോടി രൂപയുടെ വീട് വാങ്ങിച്ചു കൊടുത്തേക്കുന്നേ എന്ന് പറയുമ്പോഴേക്ക് ദേവിയേര് ചോദിക്കാണ്, പിന്നെ വീട് വാടകയ്ക്കാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞെന്ന് ചോദിക്കാണ്. വേണു പറയാണ്, അല്ല ചേച്ചി, വാടകയ്ക്കൊന്നും അല്ല, ഞാൻ അന്വേഷിച്ചു. ആദർശ് അത് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു, അവനത് ഉടനെ വാങ്ങിക്കാൻ പോവാ, അതും നയനയുടെ പേരില് എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, ചേച്ചി അവനെ ശരിക്കും അവൾ ഉപയോഗിക്കുന്നുണ്ട്. അവളെ വിരിച്ച വലയില് അവൻ വീണ് കഴിഞ്ഞു. ശരിക്കും അവൾ അവനെ മയക്കിയിരിക്കുക. ഇനിയിപ്പം ആ ചേച്ചിയുടെ ഇതൊന്നും അവന്റെ അടുത്ത് ഏക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ ഇറങ്ങിപ്പോയത്. അവനിപ്പോ വലുത് ചേച്ചിയല്ല, അവളായിപ്പോ അവന് വലുത് എന്നൊക്കെ ജാനകിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി പറയാണ്, ഇനി എനിക്കറിയാം എങ്ങനെ അവന്റെ മനസ്സിൽ നിന്ന് അവളെ പടിയിറക്കണമെന്ന്. കണ്ണകലുമ്പോ മനസ്സകലുന്നാണല്ലോ പറയുന്നത്. അവള് അവിടെ തന്നെ നിൽക്കട്ടെ, ഇവനും ഇവിടെ തന്നെ നിൽക്കട്ടെ, രണ്ടുപേരും മാറി മാറി നിൽക്കുമ്പം ആ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടോളും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ ജാനകി അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോവാണ്. ദേവയാനി കുറച്ചു നേരം ഒറ്റയ്ക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സമയം പുറത്തേക്ക് വന്നതിന് ശേഷം രേവതി അവളുടെ മോളോട് പറയാണ്, അനാമികയോട് പറയാണ്, മോളെ ഞങ്ങൾ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ദേവയാനി ചേച്ചിയുടെ കാര്യം കണ്ടറിഞ്ഞ് ചെയ്തോണം, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം. നടുവേദനയാണ് വയ്യെന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്നാലേ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. അന്ന് മോളെ ബ്ലഡ് എങ്കിലും കൊടുത്തിരുന്നെങ്കിലേ ചേച്ചിക്ക് ഇപ്പൊ മോളോട് അതുപോലെ ഭയങ്കര സ്നേഹമായിരുന്നേനെ. അന്ന് മോളത് ചെയ്തില്ല. അനാമിക പറയാണ്, ശരിയാ, അന്നത് ചെയ്താൽ മതിയായിരുന്നു, എങ്കിൽ പിന്നെ ഇപ്പൊ അവരുടെ കൈവെള്ളയെ കൊണ്ട് നടന്നേനെ. പിന്നെ അമ്മേ, ഒരു കാര്യം അറിയോ, മുത്തശ്ശനും കൊണ്ട് 100 പവന്റെ സ്വർണം അവർക്ക് കൊടുത്തില്ലേ, അതിന്റെ പ്രതികാരമായിട്ട് ദേവയാനി വല്യമ്മ എനിക്കും തരാന്ന് പറഞ്ഞു 100 പവന്റെ സ്വർണം. അപ്പോഴേക്കും
അച്ഛൻ പറയാണ്, മോളെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മേടിച്ചെടുത്തോണം. അവരെ കാലി കഴുകേണ്ട വന്നാലും അതൊക്കെ ചെയ്തോണം. അവരെ കുളിപ്പിക്കാനും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും ഡ്രസ്സ് മാറണം എല്ലാം മോള് തന്നെ നിന്നോണം. വേറെ ആരും അതിൽ കൂട്ടണ്ട. മോള് ഭക്ഷണം പോലും കഴിക്കാതെ അതൊക്കെ അങ്ങ് ചെയ്തോണം. ഇതൊക്കെ കാണുമ്പോഴേ അവരുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകും. നീ എന്ത് ചോദിച്ചാലും തരുന്ന അവസ്ഥയിലാകും. ഇപ്പം 2 കോടി രൂപയുടെ വീടല്ലേ നയനയ്ക്ക് മേടിച്ചു കൊടുത്തത്. മോൾ എങ്ങനെയും പറഞ്ഞിണക്കി ഒരു 2 കോടി രൂപ നീയെ ഒപ്പിച്ചെടുക്ക്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കടങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീരും. പിന്നെ നമ്മൾ കടമില്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. അത് മാത്രമല്ല പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഷോറൂമും കൂടെ എഴുതി മേടിച്ചാലേ നമ്മൾ പിന്നെ കോടീശ്വരന്മാരാ മോളെ എന്നൊക്കെ പറഞ്ഞ് വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി അച്ഛാ, അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നവ്യ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് 3 പേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ നവ്യക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. 2 കോടി രൂപ കടം വീട്ടാണെന്ന് പറഞ്ഞപ്പോ ഇവർ നല്ല കടക്കടയിലാണെന്നും അത് വീട്ടാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണെന്നും ഇതെല്ലാം എന്നുള്ള കാര്യമൊക്കെ നവ്യ മനസ്സിലാക്കാണ്. നവ്യ ഓർക്കാണ്. നവ്യ മനസ്സിൽ പറയാണ്, ആയിക്കോട്ടെ, അപ്പന്റെയും മോളുടെയും എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി തരാം. നയനെ ഇവിടുന്ന് പോയിട്ടുള്ളൂ, നവ്യ ഇവിടെ തന്നെയുണ്ട്. എല്ലാ പ്ലാനിങ്ങും ഞാൻ നിങ്ങൾക്ക് നടത്തിത്തരാം എന്നൊക്കെ അവള് പറയാണ്. അങ്ങനെ അവള് നേരെ നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയതിനു ശേഷം അച്ഛനെയും അമ്മയും നന്ദുവും നയനയൊക്കെ ഇരിക്കായിരിക്കും. അവള് പറയാണ്, ശരിക്കും അവർ സംസാരിച്ചത് ഞാൻ കേട്ടതാ. വല്യമ്മയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അവള് പറയാം, 2 കോടി രൂപയുടെ കടമുണ്ട് അവർക്കെന്ന്. നിനക്കിപ്പോ ഈ വീട് വാങ്ങിച്ച് ആദർശം തരുവാണല്ലോ, ആ പേരും പറഞ്ഞ് 2 കോടി രൂപ ദേവിയുടെ വല്യമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളുന്നു. അങ്ങനെ അതും കൊണ്ടുപോയി അവരുടെ കടങ്ങളെല്ലാം വീട്ടണമെന്ന്. പിന്നീട് ഒരു കാര്യം കൂടി ആ വേണു പറഞ്ഞ് ഞാൻ കേട്ടു. അവരുടെ ഷോറൂം, അതായത് നമ്മുടെ ഷോറൂം, അനിക്ക് കൊടുത്തിരിക്കുന്ന 3 ഷോറൂമും കൂടെ എങ്ങനെയെങ്കിലും അവളുടെ പേരിലാക്കണം, എന്നിട്ട് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. നയനെ പറയാണ്, കല്യാണ ദിവസം തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് ആദർശിനും തോന്നിയതാ. അന്ന് കാശിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് 2 പേര് വന്ന് ആ വേണുവങ്കലിനെ ഷർട്ടിനെ പിടിച്ച് ബഹളമൊക്കെ വെക്കുന്നത് ആദർശേട്ടൻ കണ്ടതാ. ആദർശേട്ടൻ അന്ന് അവരെ ഒഴിഞ്ഞു മാറി വിട്ടതെന്നൊക്കെ നയനെ പറയാണ്. അപ്പൊ ഗോവിന്ദൻ പറയാണ്, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു കണ്ടാൽ മാത്രം മതി മക്കളെ എന്ന് പറയാണ്. നവ്യ പറയാണ്, ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ വീട്ടിലുള്ളപ്പോൾ എങ്ങനെ അച്ഛൻ സന്തോഷമായിട്ട് ജീവിക്കാം? എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ്. നയന് പറയുന്നുണ്ട്, ചേച്ചി ശ്രദ്ധിച്ചോണേ ചേച്ചി, എനിക്ക് ചേച്ചിയുടെ കാര്യം ഓർത്ത് നല്ല പേടിയുണ്ടെന്ന് പറയാണ്. കനകം പറയുന്നുണ്ട്, മോളെ വിഷമിക്കണ്ട, അമ്മ അങ്ങോട്ടേക്ക് വരാം എൻ്റെ മോളെ നോക്കാനായിട്ട്. ഇനി 1-2 മാസവും കൂടെ ഇല്ലേ ഉള്ളൂ, അതുപോലെ അമ്മ അവിടെ നിൽക്കാം, ശേഷം മോളെ അമ്മ ഇങ്ങ് കൊണ്ടുവന്നോളാം എന്ന് പറയാണ്. നവ്യ പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഇവളെ നോക്കാൻ ആള് വേണ്ടേ, എന്നെ നോക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ എൻ്റെ അമ്മായിമ്മേനെ ഞാനൊരു വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാം അവരുണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും മായം ചേർത്താലേ അവരുടെ പേരിൽ വീഴും പഴി. അതുകൊണ്ട് അവർ അതിനൊന്നും മുതിരില്ല. പിന്നെ എൻ്റെ കണ്ണ് എപ്പോഴും ഇപ്പൊ അവർക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ പൊന്നു മോളെ, ആ അനാമികയും അവളുടെ അമ്മയുമാണെന്ന് പായസത്തിൽ മായം ചേർത്തേന്ന് മോളെ പറഞ്ഞാലേ, അതുകൊണ്ട് അവൾമാരെ 2 പേരെ സൂക്ഷിച്ചോണേ, രാക്ഷസികളാ ശരിക്കും. നയനെ പറയാണ്, കൊച്ചുകുട്ടിയാ, നമ്മുടെ നന്ദുവിന് പ്രായമേ ഉള്ളൂ, എന്നിട്ടും എന്തൊക്കെ കോപ്രായം, എന്തൊക്കെ അഹങ്കാരം ആ കുട്ടി കാണിച്ചോണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കാണ്. നവി പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ ഇവിടെ ഇല്ലാത്ത സന്തോഷത്തിലാ അവിടെ നിന്റെ അമ്മായിമ്മ. താമസിയാതെ അതൊക്കെ മാറിക്കൊള്ളൂടി, നീ നോക്കിക്കോ, നിന്റെ അമ്മായി എന്നെ വിളിക്കും, അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്നൊക്കെ നവി പറയുന്നുണ്ട്. നവി പറയാണ്, എന്ന് ഞാൻ ചെല്ലട്ടെ, നമ്മൾ 2 പേരും ഇല്ലാതായാലേ ശരിയാവില്ല. നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് അവൾമാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാനെങ്കിലും അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നവിയ പോകുന്നുണ്ട്.